പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. ഞാൻ ആഷിഖ് ജോയ്. എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവങ്ങൾ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടോ അല്ലെങ്കിൽ മരിച്ചവർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതെല്ലാം റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കേട്ടുകേൾവിയിൽ നിന്ന് വന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു മരണാനന്തര അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു വൈദികൻ നമ്മുടെ ഇടയിലുണ്ട്. ഫാദർ ജോസ് മണിയങ്ങാത്ത് എന്നാണ് പേര്. ഫാദർ ജോസ് മണിയങ്ങാത്ത് ടെസ്റ്റിമണി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛൻ്റെ നിരവധി സാക്ഷ്യങ്ങൾ കേൾക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം ഉണ്ട്. അപ്പോൾ അച്ഛനുണ്ടായ അതേ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിന് മുൻ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം റെക്കോർഡഡാണ്. അന്ന് വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട്, അന്ന് യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വീഡിയോ നമുക്കില്ലാന്ന് മാത്രം. ഇതെല്ലാം പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ്, ഫിസിക്കൽ സൈനാണ്. ഇന്ന് ഈ രണ്ട് സംഭവങ്ങളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് ഒരു കന്യാസ്ത്രീക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. മറ്റൊന്ന് ഒരു പുരോഹിതന് അല്ലെങ്കിൽ ഒരു ബ്രദറിന് ഉണ്ടായൊരു അനുഭവമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് സിസ്റ്റർ തെരേസ ഗസ്റ്റ എന്ന പേരുള്ള അവിടുത്തെ സാക്രിസ്റ്റി ഓഫ് കമ്മ്യൂണിറ്റിയുടെ ചാർജ് ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീക്കുണ്ടായ ഒരു അനുഭവമാണ്. ആ കന്യാസ്ത്രീക്കുണ്ടായ അനുഭവം എന്നുള്ള ഉപരി ആ കന്യാസ്ത്രീ വഴി അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റൊരു സുപ്പീരിയറിനുണ്ടായൊരു അനുഭവമാണ്. ഇപ്രകാരമാണ്. 1859 നവംബർ മാസം 16 ഈ ഒരു സംഭവം നടക്കുന്നത്. 1859 നവംബർ 4 സിസ്റ്റർ തെരേസ അവരുടെ നൊവിസസിൻ്റെ മിസ്ട്രസ്സായിരുന്ന, അതുപോലെ സാക്രിസ്റ്റി ഓഫ് കമ്മ്യൂണിറ്റിയുടെ ചാർജ് ഉണ്ടായിരുന്ന സിസ്റ്റർ തെരേസ മരണപ്പെട്ടു. 1859 നവംബർ 4. 12 ദിവസങ്ങൾ കഴിഞ്ഞ് നവംബർ 16 അന്ന ഫെലീസിയ എന്നു പേരുള്ള ഒരു കന്യാസ്ത്രീ ഈ മരിച്ച കന്യാസ്ത്രീയുടെ ചാർജ് ഏറ്റെടുത്തു. അങ്ങനെ ഒരു ദിവസം ഇവരുടെ സാക്രിസ്റ്റിയിലോട്ട് പോകുന്ന വഴിക്ക്, സാക്രിസ്റ്റിയിലോട്ട് കയറാൻ പോകുന്നതിന് മുൻപ് ആരോ കരയുന്ന ശബ്ദം കേട്ടു. ആര് കേട്ടു? സിസ്റ്റർ അന്ന കേട്ടു. അവർ സാക്രിസ്റ്റിയുടെ വാതിൽ പെട്ടെന്ന് തുറന്നു. പക്ഷെ ആരുമില്ല. വീണ്ടും ഇതേ ശബ്ദം ഇവർ കേട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, ഈശോയെ, മാതാവേ, അതെന്തായിരിക്കും ആ ശബ്ദമെന്ന്. ഉടനെ വളരെ വേദന നിറഞ്ഞ ശബ്ദത്തോടു കൂടെ ഒരു സ്വരം ഇങ്ങനെ കേട്ടു. ഈ സിസ്റ്റർ അന്ന കേട്ടു, ഓ എൻ്റെ ദൈവമേ, ഞാൻ എന്തുമാത്രം സഹിക്കുന്നു എന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ സിസ്റ്റർ അന്ന ഞെട്ടിത്തരിച്ചു. കാരണം അവർക്ക് മനസ്സിലായി ഇത് തനിക്ക് മുൻപ് തൻ്റെ ഈ സീറ്റിലിരുന്ന സിസ്റ്റർ തെരേസയുടെ ശബ്ദമാണ് എന്നുള്ളത്. ഈ സമയം റൂം മുഴുവനും ഇങ്ങനെ കനമുള്ള കറുത്ത പുക കൊണ്ട് നിറഞ്ഞു. ഉടനെ ഈ ആത്മാവ് സിസ്റ്റർ തെരേസ തൊട്ടടുത്തുണ്ടായിരുന്ന, അതായത് സിസ്റ്റർ തെരേസയുടെ ആത്മാവ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ വാതിലിൽ കൈകൾ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബിഹോൾഡ് എ പ്രൂഫ് ഓഫ് മേഴ്സി ഓഫ് ഗാഡ്. ഇതാ ദൈവത്തിൻ്റെ കരുണയുടെ അടയാളം എന്ന് പറഞ്ഞിട്ട് ഈ സിസ്റ്റർ ഈ മരത്തിൻ്റെ ഡോറിൽ കൈകൊണ്ടിങ്ങനെ പിടിച്ചപ്പോൾ ഈ സിസ്റ്റർ അന്ന പറയുന്നത് ഇപ്രകാരമാണ്: സിസ്റ്ററിൻ്റെ കരം നല്ല ചൂടുള്ള ചുട്ടുപഴുത്ത റെഡ് അയേൺ റോഡ് പോലെയായി. അത് തൊട്ടപ്പോൾ ഈ വാതിലിൽ ഈ കൈയുടെ ഒരു പ്രിഞ്ച് പതിഞ്ഞതുപോലെയായി. ഇങ്ങനെ ആ ഡോറിൻ്റെ ആ ഭാഗം കൈപ്പടയുടെ അടയാളത്തിൽ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നതായിട്ട് ഈ സിസ്റ്റർ അന്ന കണ്ടു എന്നുള്ളതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ വന്ന ആത്മാവ് തനിക്ക് വേണ്ടി കുർബാന അർപ്പിക്കണമെന്നോ താൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തുമാത്രം സഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കരം കൊണ്ട് ഡോറ് പിടിച്ചത്. ഈ സിസ്റ്റർ അന്ന വലിയ വായിൽ നിലവിളിച്ച് കരഞ്ഞു. ഇത് കേട്ട ഉടനെ വേറൊരു സിസ്റ്റർ വന്നു, രണ്ടാമതൊരു സിസ്റ്റർ വന്നു, അവസാനം അവരുടെ കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ ആൾക്കാരും വന്നു.
ഇവർ വരുമ്പോൾ സംഭവിക്കുന്നത് ഇവർക്ക് സ്മെല്ല് വരികയാണ്, മണം വരികയാണ്, ഈ ഡോറ് കത്തിക്കരിഞ്ഞ മണം. അപ്പോൾ സിസ്റ്റർ അന്ന പറഞ്ഞു, സംഭവിച്ച കാര്യം പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ മരിച്ചുപോയ സുപ്പീരിയർ വന്നു, ഇങ്ങനെ ഡോറ് പിടിച്ചു, ആത്മാവ് അപ്രത്യക്ഷമായി എന്ന്. ആ രാത്രി തന്നെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും ചേർന്ന് ഈ മരിച്ചുപോയ ഇവരുടെ സുപ്പീരിയറിന് വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത ദിവസം ഇവരെല്ലാവരും ഈ മരിച്ചുപോയ സിസ്റ്ററിൻ്റെ ആത്മാവിന് വേണ്ടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇങ്ങനൊരു സംഭവമുണ്ട്. പരിശുദ്ധ കുർബാന മരിച്ചവർക്ക് വേണ്ടി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈശോയോട് പറയും, ഈശോയെ ഇന്നത്തെ പരിശുദ്ധ കുർബാന എൻ്റെ ഇന്ന മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ കുർബാനയുടെ സമയത്ത് നമ്മുടെ നമ്മുടെ അൾത്താരയുടെ മുമ്പിലൊക്കെ ആയിട്ട് ശുദ്ധീകരണ ആത്മാക്കൾ ഇങ്ങനെ നിരയെ നിൽക്കുകയാണ്. അന്ന് കുർബാന ഉണ്ടായിട്ടും കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത ആത്മാക്കളാണ്. അതായത് അന്ന് കുർബാനയുടെ വില മനസ്സിലാക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇതുപോലെ പരിഹാരം ചെയ്യാത്ത ആൾക്കാർ കുർബാനയിൽ പങ്കെടുക്കണം. നോക്കൂ, അന്ന് അപ്പനും അമ്മയും പറഞ്ഞു, ഭാര്യയും ഭർത്താവും പറഞ്ഞു, എടാ നീ കുർബാനയ്ക്ക് പോ, മോളെ നീ കുർബാനയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുർബാനയിൽ വന്ന് യാചിക്കുകയാണ്, എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവർക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈശോയുടെ തിരുരക്തവും തിരുശരീരമാണ് മരിച്ചുപോയുള്ള ആത്മാക്കൾക്ക് വേണ്ടത്. ഇതാണ് നമ്മൾ ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ കുർബാന മിസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഇന്ന് മിസ്സ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും ഈ സിസ്റ്ററിന് വേണ്ടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അങ്ങനെ 3-ാം ദിനം നവംബർ 18 സിസ്റ്റർ അന്ന ഫെലീസ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കുന്ന സമയത്ത് സിസ്റ്റർ തെരേസയുടെ ശബ്ദം കേട്ടു. തെരേസ വളരെ പ്രകാശം നിറഞ്ഞ് ഒരു പകൽ സമയത്ത് എന്നതുപോലെ ഈ സിസ്റ്റർ അന്നയുടെ മുൻപിൽ വരികയാണ്. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഐ ഡൈഡ് ഓൺ എ ഫ്രൈഡേ, ദ ഡേ ഓഫ് ദ പാഷൻ, ആൻഡ് ബിഹോൾഡ് ഓൺ എ ഫ്രൈഡേ ഐ എൻറ്റർ ഇൻ ടു എറ്റേണൽ ഗ്ലോറി. ഈ സിസ്റ്റർ തെരേസയുടെ ആത്മാവ് പറയുകയാണ്, ഞാനൊരു വെള്ളിയാഴ്ചയാണ് മരിച്ചത്, ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ആ ദിവസം. മറ്റൊരു വെള്ളിയാഴ്ച നിത്യമഹത്വത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്ന വാക്കുകളാണ് നമുക്കുള്ളത്. ബി സ്ട്രോങ് ടു ബെയർ ദ ക്രോസ്, ബി കറേജസ് ടു സഫർ, ലവ് പോവേർട്ടി. കുരിശ് ചുമക്കുന്നതിൽ സ്ട്രോങ് ആയിട്ടിരിക്കുക, സഹിക്കുന്നതിൽ ധീരയായിട്ടിരിക്കുക, ദാരിദ്ര്യത്തെ സ്നേഹിക്കുക എന്ന്. അപ്പോൾ കുരിശ് ചുമക്കാൻ ധീരയായിട്ടിരിക്കുക, ഇതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. നമ്മൾ ഓടുന്നത്, പല ധ്യാന കേന്ദ്രങ്ങളിലൂടെ നമ്മൾ ഓടുന്നത് ഈ സഹനം മാറ്റാനാണ്. ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താണ് കുഴപ്പം? നമ്മളതിൻ്റെ ഇരട്ടി ശുദ്ധീകരണ സ്ഥലത്ത് കാഴ്ചവെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാ സഹനത്തിൻ്റെയും പിന്നിൽ നമുക്കറിയാത്ത പല ആത്മീയ രഹസ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ സംഭവങ്ങൾ നമ്മളെ ശുദ്ധീകരണ സ്ഥലത്തോട്ടല്ല നയിക്കേണ്ടത്. ശുദ്ധീകരണ സ്ഥലം അവോയ്ഡ് ചെയ്യാനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത്. അല്ലാതെ ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന് നമ്മൾ സ്ഥാപിച്ചിട്ട് ഇവിടെ പോ എന്നല്ല പറയുന്നത്. മറിച്ച് ഈ സ്ഥലത്ത് ഒരിക്കലും പോവാതിരിക്കാനാണ് ദൈവം ഇപ്രകാരമുള്ള ആത്മാക്കളെ ഈ ഭൂമിയിലോട്ട് അവർക്ക് പ്രത്യക്ഷപ്പെടാനുള്ള അനുമതി നൽകിയിട്ട് നമ്മളോട് പറയുന്നത്, ഇങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനം, അതുകൊണ്ട് ഭൂമിയിൽ തന്നെ സഹിച്ചിട്ട് തീർത്തോ, ഇവിടെ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ കൈപ്പട ആ ഡോറിൽ തന്നെയുണ്ട്. പിന്നീട് നവംബർ 23 അധികാരികൾ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നു. കാരണം ഈ കോൺവെൻറ്റിൽ നിന്നും പുറത്ത് ഒരുപാട് പേര് അറിഞ്ഞു, ആ സിറ്റി മുഴുവൻ ആൾക്കാർ അറിയും. അങ്ങനെ ഇവർ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ സിസ്റ്റർ തെരേസയുടെ കല്ലറ തുറന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ മനസ്സിലാക്കി സിസ്റ്റർ തെരേസയുടെ അതേ കൈപ്പത്തി തന്നെയാണ് ഈ ഡോറിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സിസ്റ്റർ തെരേസയുടെ കൈക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വളരെ കുഞ്ഞു കൈയായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള കോൺവെൻറ്റിലെ സിസ്റ്റർമാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ കുഞ്ഞു കൈ. ഇനി നമ്മൾ സ്പെയിനിൽ നടന്ന മറ്റൊരു സംഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നേരത്തെ നടന്നത് ഇറ്റലിയിൽ അസീസിയുടെ അടുത്താണ് ആ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് സ്പെയിനിൽ വെച്ചാണ് നടന്നത്. ഒരു ഡൊമിനിക്കൻ സന്യാസ സഭയിലെയും ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലെയും 2 ബ്രദർമാർ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഫെർണിൻഡാൻഡ് എന്ന് പറഞ്ഞ വ്യക്തി ഹിസ്റ്ററി ഓഫ് സെയിൻറ്റ് ഡൊമിനിക് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു സംഭവകഥയാണിത്. അപ്പോൾ ഈ ഡൊമിനിക്കൻ സന്യാസ സഭയിലെ ബ്രദറും ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലെ ബ്രദർമാരും തമ്മിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ സംസാരിക്കുകയാണ് നിത്യതയെ പറ്റിയിട്ട്, നിത്യജീവനെ പറ്റിയിട്ട്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നമ്മളിൽ ആരാണോ ആദ്യം മരിക്കുന്നത് അവരെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഭൂമിയിലേക്ക് വന്ന്
നല്ല ഒരു ആത്മീയ ഉപദേശം നൽകണം, ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപദേശം നൽകാൻ പ്രത്യക്ഷപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അതിൽ ഫ്രാൻസിസ്കൻ ആയിട്ടുള്ള ബ്രദർ മരിച്ചു. അദ്ദേഹം നേരെ പോയത് ശുദ്ധീകരണ സ്ഥലത്തേക്കാണ്. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് പോയി ഇദ്ദേഹം സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഇദ്ദേഹത്തിന് അനുമതി കൊടുക്കുകയാണ് ഭൂമിയിൽ തൻ്റെ സുഹൃത്തിനടുക്കൽ പോകുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡൊമിനിക്കൻ സന്യാസ സഭയിലെ ഈ സുഹൃത്ത് തങ്ങളുടെ ക്യാൻറ്റീനിലോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലെത്തിയ ഉടനെ ഈ ആത്മാവ്, തൻ്റെ സുഹൃത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, വളരെ ബഹുമാനത്തോടു കൂടെ പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. അത് ദൈവം എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിലോട്ടേക്ക് പോകാനുള്ള വഴിയിലാണ് ഞാൻ. പക്ഷേ അതിന് മുൻപ്, ഈ നിത്യ ആനന്ദിക്കുന്നതിന് മുൻപ് ഞാൻ ദൈവത്തിന് പ്രീതികരമായ പല പരിഹാര പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള പല പരിഹാര പ്രവൃത്തികളും ചെയ്യുന്നതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ്. അതിന് ഞാനിവിടെ ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള ഒന്നിനും ഞാൻ അനുഭവിക്കുന്ന ഈ പീഡകളെ താരതമ്യപ്പെടുത്താനാവില്ല, അത് വർണ്ണിക്കാനാവില്ല എന്ന് ഈ ആത്മാവ് പറയുകയാണ്. അതുകൊണ്ട് ദൈവം അനുമതി നൽകിക്കൊണ്ട് ഞാനിതാ ഒരു അടയാളം തരുന്നു, പ്രത്യക്ഷമായ അടയാളം തരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ക്യാൻറ്റീനിലെ ഡെസ്കിൻ്റെ മുകളിൽ ഈ ആത്മാവ് ആ ആത്മാവിൻ്റെ കരം വയ്ക്കുകയാണ്. ചുട്ടുപഴുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കരം വെച്ച ഉടനെ അവിടെ ഇദ്ദേഹത്തിൻ്റെ കരങ്ങളുടെ മാർക്കും പ്രിൻ്റ് ചെയ്തു വന്നു എന്നുള്ളതാണ്. അത് ആ നൂറ്റാണ്ടിന് അവസാനം വരെ അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള മേലധികാരികൾ. പിന്നീട് നമുക്കറിയാം യൂറോപ്പിലുണ്ടായ വിപ്ലവത്തിൻ്റെ സമയത്ത് മൊണാസ്ട്രികളും ദേവാലയങ്ങളൊക്കെ തകർത്തപ്പോഴും ഇതും തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ 2 ഫിസിക്കൽ സാക്ഷ്യങ്ങൾ. ഇതിനപ്പുറത്ത് നമുക്ക് എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ദൈവം ഓരോ ദിവസവും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലം ഉണ്ട്, അതിനാൽ അവിടെ പോകരുത്. ഭൂമിയിൽ നിന്ന് തന്നെ ഈശോ തരുന്ന സാധനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച്, എനിക്കറിയാം പറയാൻ എളുപ്പമാണ്, സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും. ഭൂമിയിൽ ഈശോ തരുന്ന കുഞ്ഞു സഹനങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മുടെ തന്നെ പ്യൂരിഫിക്കേഷൻ, നമ്മൾ ചെയ്തു പോയിട്ടുള്ള നിരവധിയായിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ചെയ്താൽ നമുക്ക് നേരിട്ട് സ്വർഗത്തോട്ട് പോകാം. സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരിക്കലും ഒരു വിശ്വാസി പോകാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത്. അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി സംശയമുള്ളവർ, എനിക്കറിയില്ല നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ മരിക്കുന്നതിനുള്ളിൽ ഈ സത്യങ്ങൾ അറിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തിൻ മുളേരിബൂസ് എറ്റ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻത്രീസ്തു യേസൂസ് സാങ്ക്താ മരിയ മാതർ ദൈ ഓരാ പ്രോ നോവിസ് പെക്കാത്തോരിബൂസ് മുങ്കിയത്തിനോര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവ ക്രിസ്റ്റോറെ.